1961 സ്ഥാപിതമായ കോതമംഗലത്തിന്റെ സ്വന്തം കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായ മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കോളേജിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ ക്യാമ്പസ് ലൈഫും നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാം. വെൽക്കം ടു കീം നാവിഗേറ്റർ ബൈ എം സിഗ്മ ഗോകുലം. ലെറ്റ്സ് ഗോ. പേരെങ്ങനെയാണ്? എന്റെ പേര് മുബാറക് ഫർഹാൻ. മുബാറക്, സെക്കൻഡ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയർ. ഓക്കെ. മുബാറക്, ഇവിടുത്തെ ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് MA കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഡാറ്റ സയൻസ് എഞ്ചിനീയറിംഗ്, AI ആൻഡ് മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇത് BTech-ലും അതേപോലെ MTech, MCA, ഇത്രയും ബ്രാഞ്ചസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട്. നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് വരുന്നത്? അഡ്മിഷൻ പ്രൊസീജിയർ കീം പോർട്ടൽ വഴിയും അതേപോലെ ഇവിടെ ഓഫീസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്താലും മാനേജ്മെന്റ് കോട്ട വഴി നമുക്ക് ഇവിടെ കയറാൻ. വേറെ സൈറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല? ഇല്ല, മാനേജ്മെന്റ് പ്രൊസീജിയറിന് വേറെ സൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഡയറക്റ്റ് ഓഫീസിൽ തന്നെ വരണം. ശരി ശരി. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും ആദരിക്കപ്പെടുന്നതുമായ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ മെയ്സ് എന്നറിയപ്പെടുന്ന കോതമംഗലത്തെ മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മികവിന്റെ പാരമ്പര്യം തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. നാക് അക്രഡിറ്റേഷന്റെ ആദ്യ സൈക്കിളിൽ തന്നെ A+ ഗ്രേഡ് നേടുന്ന കേരളത്തിലെ ആദ്യ എഞ്ചിനീയറിംഗ് കോളേജായി, ഗവൺമെന്റ് എയ്ഡഡ് സെക്ടറുകളിൽ പെടുന്ന കോളേജുകളിൽ ഓട്ടോണോമസ് പദവി നേടുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ എഞ്ചിനീയറിംഗ് കോളേജായും മെയ്സ് ചരിത്രം കുറിച്ചു. കോളേജ് ഹോസ്റ്റലിനെ പറ്റി പറയുമ്പോൾ ഇവിടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന MHും LHും ഉണ്ട്. മെൻസ് ഹോസ്റ്റലും ലേഡീസ് ഹോസ്റ്റലും. മെൻസ് ഹോസ്റ്റലിൽ 5 ബ്ലോക്ക് ഉണ്ട്. എൻ്റെ പിറകെ കാണുന്നതാണ് മെൻസ് ഹോസ്റ്റൽ. അവിടുത്തെ ഇപ്പോൾ ഏറ്റവും പുതിയ ബിൽഡിംഗ് ആണ് അതിന്റെ തൊട്ട് പുറകെ കാണുന്നത്. മെൻസ് ഹോസ്റ്റലിൽ സിംഗിൾ ഷെയറിംഗ് മുതൽ 4 ഷെയറിംഗ് റൂംസ് അവൈലബിൾ ആണ്. ഫുഡ് നല്ല ഗംഭീരം ഫുഡ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അഡ്മിഷൻ പ്രൊസീജിയർ നമ്മൾ ഹോസ്റ്റൽ ഓഫീസുമായിട്ട്, നമ്മുടെ ഓഫീസിന്റെ സൈഡിലായിട്ട് തന്നെ ഹോസ്റ്റൽ ഓഫീസ് ഉണ്ട്, അതുവഴിയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. അവരുടെ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് പിന്നെ അലോട്ട്മെന്റ് ലിസ്റ്റ് വഴിയാണ് നമുക്ക് വരുന്ന എല്ലാവർക്കും. അത് ഡിസ്റ്റൻസ് വേസ്ഡും അല്ലാതെ ക്രൈറ്റീരിയ വേസ്ഡ് ആണ് കൊടുക്കാറ്. ഫസ്റ്റ് ഇയേഴ്സിന് ഇവിടെ ഹോസ്റ്റലിലോട്ട്, അതായത് ഫസ്റ്റ് ഇയർ മെൻസ് ഹോസ്റ്റലിലോട്ട് ഒരു 80 അറൗണ്ട് ഇൻടേക്ക് ഉള്ളൂ. ബട്ട് പുറത്തിവിടെ ആംബിയന്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് പുറത്തുണ്ട്. മികവുറ്റ അക്കാഡമിക് നേട്ടങ്ങൾ, ശ്രദ്ധേയമായ പ്ലേസ്മെന്റ് റെക്കോർഡുകൾ, കൂടാതെ IIT-കളും NIT-കളും ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്ന് PhD നേടിയവരായ 60%-ലധികം അധ്യാപകർ മെയ്സ് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഹർഷ, ഇവിടുത്തെ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ക്ലബ്സിനെ പറ്റി ഒന്ന് പറയാം. ഇവിടെ ഓൾമോസ്റ്റ് 60+ ക്ലബ്സ് വരുന്നുണ്ട്. ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ ആൻഡ് കൾച്ചറൽ ആയിട്ട്. ടെക്നിക്കൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ SI, ASME, ASC അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും കേറ്റർ ചെയ്യുന്നതായിട്ടുള്ള ക്ലബ്സ് വരുന്നുണ്ട്.
പിന്നെ ഇപ്പോൾ ഫൗണ്ടറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രോജക്ട് ഡിസൈൻ ആൻഡ് ഫാബ്രിക്കേഷൻ സ്റ്റുഡിയോ ആണ്. അവിടെയാണ് ഇപ്പോൾ എല്ലാ കോമ്പറ്റീഷൻസിനും 4th ഇയർ പ്രോജക്ട് വർക്ക്സിനൊക്കെ എക്സ്ക്ലൂസീവ്ലി നമുക്കുള്ളൊരു ലാബ് വർക്കാണിത്. അത് ഈ ക്ലബ് ബേസിസിലാണോ ഇതുപോലെയുള്ള എല്ലാ ക്ലബ്സിന്റെയും കോമ്പറ്റീഷൻ വർക്ക്സ് ഒക്കെ യൂഷ്വലി ഇവിടെയാണ് നടക്കാറ്. ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് കൾച്ചറൽ ക്ലബ്സ് വരുമ്പോൾ നമുക്ക് ഫാഷൻ ടീം, മ്യൂസിക് ടീം, ഡാൻസ് ടീം ഒക്കെ വരുന്നുണ്ട്. നോൺ ടെക്നിക്കൽ ക്ലബ്സ് വരുമ്പോൾ നമുക്ക് NSS വരുന്നുണ്ട്, MU1 ഡിബേറ്റ് ക്ലബ്ബ്, നമുക്ക് ഫിലിം സൊസൈറ്റിയിൽ നമുക്ക് കുറെ വർക്ക്ഷോപ്സ് നടക്കാറുണ്ട്. ഇയർ ത്രൂ ഔട്ട് ഈ എല്ലാ നോൺ ടെക്നിക്കൽ ആൻഡ് ടെക്നിക്കൽ ക്ലബ്സിൽ നമുക്ക് കുറെ വർക്ക്ഷോപ്സ്, ഇവന്റ്സ്, കുറെ സെലിബ്രിറ്റീസിനെയൊക്കെ വിളിച്ച് നമുക്ക് റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ ഓക്കെ. ഡ്രോൺ ടെക്നോളജി, റോവർ, റോബോട്ടിക്സ് എന്നീ മേഖലകൾക്കായി ഉള്ള ഡെഡിക്കേറ്റഡ് റിസർച്ച് സെന്ററുകളിലൂടെ നവീകരണ സംസ്കാരം ഇവിടെ വളരുന്നു. ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ശക്തമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയും ഇതിനൊപ്പം പ്രവർത്തിക്കുന്നു. മെയിൻ ടെക് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ തക്ഷകാണ്. അതൊരു 2-3 ദിവസത്തെ പ്രോഗ്രാമാണ്. പല കോളേജിൽ നിന്നും പല സ്കൂളിൽ നിന്നും ഇവിടെ ഫെസ്റ്റ് കാണാൻ വരും. പല ഇന്നോവേഷനായിട്ട് ഐഡിയാസും അങ്ങനെ തന്നെ പല റോബോട്ടിക് സാധനങ്ങളായിട്ടും ഇവിടെ ടെക്നിക്കൽ കോമ്പറ്റീഷനായിട്ട് വരുന്നതാണ്. അതിന്റെ അവസാനത്തെ ദിവസം പ്രോ ഷോയും ഉണ്ട്. പ്രോ ഷോക്ക് ഞങ്ങൾ വന്നതിന് ശേഷം സൂരജ്, സന്തോഷ്, താമരശ്ശേരി ചുരം എന്നിങ്ങനെ പല ബാൻഡുകാരും ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് പെർഫോം ചെയ്തേക്കണെയാണ്. പിന്നെ മെയിനായിട്ട് തന്നെ അടുത്ത ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്ട് ഫെസ്റ്റ് ആണ്. ആർട്ട് ഫെസ്റ്റ് സംസ്കൃതിയാണ്. സംസ്കൃതി കോർഡിനേറ്റ് ചെയ്യണ 4th ഇയേഴ്സാണ്. തക്ഷക കോർഡിനേറ്റ് ചെയ്യണ 3rd ഇയേഴ്സാണ്. അപ്പോൾ സംസ്കൃതി ഇതേപോലെ തന്നെ 2 ദിവസം 3 ദിവസത്തെ പ്രോഗ്രാമാണ്. സംസ്കൃതിക്ക് അവസാനം ഒരു പ്രോ ഷോ ഉണ്ടാവും. പ്രോ ഷോയിൽ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഈ കഴിഞ്ഞ സംസ്കൃതിക്ക് നടന്നത് ഫെജോയാണ് വന്നത്. എല്ലാ ഫെസ്റ്റിനും കൂടെ പുതിയ ലോഗോ ലോഞ്ച് ആയിട്ട് എല്ലാ വർഷവും പുതിയ ലോഗോയും അങ്ങനെ തന്നെ പുതിയ ഇന്നോവേഷനായിട്ട് വരും. ഈ സംസ്കൃതി തക്ഷക എന്ന് പറയുമ്പോൾ ഒരാഴ്ചത്തെ പ്രീ ഇവന്റോട് കൂടിയാണ് പരിപാടി നടക്കുന്നത്. ഒരാഴ്ച 1.5 കോളേജ് ഫുള്ള് സംസ്കൃതി തക്ഷകിന്റെ മൂഡിലായിരിക്കും. അപ്പോൾ ആ ദിവസങ്ങളിൽ കോളേജ് ഏകദേശം കോർഡിനേറ്റ് ചെയ്യണവർക്കും ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ ഒരു 24 hour മൊത്തം നമുക്ക് കോളേജിനുള്ളിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കോളേജ്. അതേപോലെ ഇതിനോടനുബന്ധിച്ച് തന്നെ തക്ഷകിന്റെയും സംസ്കൃതിയുടെയും ഒക്കെ ലോഗോ ലോഞ്ച് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എക്സ്ട്രാ ടൈം എടുത്ത് പെർമിഷനൊക്കെ കിട്ടി നമുക്കിവിടെ OITയിൽ അത്യാവശ്യം കൊള്ളാവുന്ന പരിപാടി നടക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ തക്ഷകിന്റെ സംസ്കൃതിക്കും തക്ഷക് വാളും വരുന്നുണ്ട്, സംസ്കൃതി വാളും വരുന്നുണ്ട്. സംസ്കൃതി വാൾ ഇപ്പൊ 2 വർഷം ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോഴാണ് അവസാനം സംസ്കൃതി വാൾ പെയിന്റ് ചെയ്യണം. ഇനിയിപ്പോ അടുത്ത സംസ്കൃതിക്ക് സംസ്കൃതി വാൾ പെയിന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതേപോലെ ഒരുപാട് പല വിവിധ കോളേജുകളിൽ നിന്ന് പിള്ളേർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒരുപാട് ആർട്സും റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസും കാര്യങ്ങളും. പിന്നെ നമ്മുടെ കോളേജിനുള്ളിൽ തന്നെ വരുന്ന ഇഷ്ടം പോലെ കോമ്പറ്റീഷനും കുറെ സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെതായ ഡെഡിക്കേറ്റഡ് ആയ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കാൻ വേണ്ടി. പിന്നെ അതേപോലെ അരങ്ങ് എന്ന് പറഞ്ഞ NSSന്റെ ഒരു ഇനീഷ്യേറ്റീവാണ് സംസ്കൃതിയായിട്ട് ബന്ധപ്പെട്ട്. അതേപോലെ കോളേജിനകത്തെ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ആർട്സ് പരമായ കാലിബർ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേജാണ്, ഡെഡിക്കേറ്റഡ് സ്റ്റേജാണ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രോഗ്രാമുകളോടുകൂടിയാണ് സംസ്കൃതിയൊക്കെ കോളേജിൽ കോർഡിനേറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ ഇത് എല്ലാ തക്ഷകിനും പെയിന്റ് അടിക്കുന്ന നമ്മുടെ തക്ഷകിന്റെ വാളാണ്. ഇതിപ്പോ കഴിഞ്ഞ നവംബറിലാണ് തക്ഷക് നടന്നത്. ആ സമയത്ത് റീപെയിന്റ് ചെയ്താണ്. ഇതിപ്പോ കുറച്ച് ഡള്ളായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എല്ലാ വർഷവും എല്ലാ തക്ഷകിന്റെ സീസണിലും സ്റ്റുഡൻസ് തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റുഡൻസ് തന്നെ പെയിന്റ് ചെയ്യണ തക്ഷകിന്റെ വാളാണ്. പിന്നെ ഇത് നമ്മുടെ കോളേജിലെ മെക്കോററാണ്. ഇത് എല്ലാ തക്ഷകിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് കൂടി ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ തക്ഷക കഴിഞ്ഞിട്ട് കുറച്ച് നാളായി മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിപ്പോൾ ആ കാലങ്കോലായി കിടക്കുവാണ്. എന്നാലും അടുത്ത തക്ഷക വരുമ്പോൾ ഇത് പിന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. അത്യാവശ്യം പിള്ളേർക്ക് ക്ലാസ് ടൈമിൽ ഫ്രീ ടൈമിലൊക്കെ വന്ന് ഇരിക്കാനും പറയാനൊക്കെ പറ്റിയ സ്പോട്ടാണിത്. നേരെ ഫ്രണ്ടിലാണ് ഊട്ടുവര വരുന്നത്. അതേപോലെ തന്നെ സിവിൽ കോർണർ ഉണ്ട്, EC മുക്കുണ്ട്. എല്ലായിടത്തും അതിൻ്റെതായ സമയത്ത് തക്ഷകിൻ്റെ സമയത്തൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കയറ്റുന്നതാണ്. മുബാറക്, ഇവിടുത്തെ ലൈബ്രറി ആൻഡ് സ്റ്റഡി ഏരിയസിനെ ഒക്കെ പറ്റി ഒന്ന് പറയാം.
നമുക്ക് ഇവിടെ രാവിലെ 8:30-9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ലൈബ്രറി ടൈമിങ്. അതിനിടയിൽ എപ്പം കയറാം. 1,00,000-ഓളം വരുന്ന ബുക്കുകളും 3 നിലയായിട്ടുള്ള വലിയ ലൈബ്രറിയാണ്. നല്ല നീറ്റായിട്ട് എപ്പോഴും കയറി നമുക്ക് നല്ലൊരു സ്റ്റഡി എൻവയോൺമെന്റ് നൽകുന്ന അടിപൊളി ലൈബ്രറിയാണ്. ആൻഡ് ഓൾസോ നമുക്ക് സ്റ്റഡി ഏരിയാസ് വരുമ്പോൾ ഒരുപാട് ലാബുകൾ ഉണ്ട്. പിന്നെ നല്ല ക്യാമ്പസ്. കോളേജ് 24 hours ഓപ്പൺ ആണ്. അതെ, കോളേജ് 24 hours ഓപ്പൺ ആണ്. നമുക്ക് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ ഫാബ് ലാബ് അതേപോലെ ഫൗണ്ടറി ലാബ്, ഈ 2 ലാബും സ്റ്റുഡൻസിന് എപ്പോഴും കയറി ആക്സസ് ചെയ്യാൻ. ആക്ച്വലി സ്റ്റുഡൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ലാബാണ്, അല്ല നമ്മുടെ ഈ അക്കാഡമിക് വൈസ് ഉള്ള ലാബ് അല്ല. ഇത് സ്റ്റുഡൻസിന്റെ പ്രോജക്ട്സും കാര്യങ്ങളും അതേപോലെ കോമ്പറ്റീഷൻസിന് പോകുന്നവര് അതേപോലെ അവർക്ക് വേണ്ടി മാത്രം സ്റ്റുഡൻസിന് എപ്പോഴും കയറി അവരുടെ പ്രൊജക്റ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി മാത്രം സ്റ്റുഡൻസ് തന്നെയാണ് ലാബ് ഹാൻഡിൽ ചെയ്യുന്നത്. അതെ, സ്റ്റുഡൻസ് തന്നെയാണ് ലാബ് ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഈ ഫാബ് ലാബ് ആണെങ്കിലും ഫൗണ്ടറി ലാബ് ആണെങ്കിലും പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ 24 hours നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ റോബോട്ടിക്സ് ലാബ് ഇപ്പൊ കേരളത്തില് ആദ്യമായിട്ടാന്ന് തോന്നുന്നു, തോന്നുന്നുണ്ടോ, ഇവിടെ റോബോട്ടിക് ആം 30 ലക്ഷം രൂപ വില വരുന്ന ഒരു വലിയ ആം മാനിപ്പുലേറ്റർ വിത്ത് ഗ്രിപ്പർ വന്നിട്ടുണ്ട്. അത് പുറത്ത് മേടിച്ചതാണോ അതോ? പുറത്തുനിന്ന് മേടിച്ചതുണ്ട്, നമ്മൾ ബിൽഡ് ചെയ്തത് വേറെയും ഉണ്ട്. യൂറോപ്യൻ റോവർ ചലഞ്ച് ERC-യിലേക്ക് കോമ്പറ്റീഷന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ നൈഡാർ ഡ്രോൺ ഡിസൈനിങ് കോമ്പറ്റീഷന് പോയിട്ട് ഡിസൈനിങ്ങിൽ Air 1 അടിച്ച് ഓവറോൾ Air 7 അടിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മള് റോവർ ചലഞ്ചിന് പോയ സമയത്ത് ഗ്ലോബൽ 22 ആൻഡ് കേരള ഫസ്റ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട്. അതേപോലെ ഒരുപാട് കോമ്പറ്റീഷൻസ് സ്ഥിരമായിട്ട് നമ്മള് എയർ റാങ്ക്. അപ്പൊ ഇതെല്ലാം സ്റ്റുഡൻസിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഇതെല്ലാം സ്റ്റുഡൻസിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ ആണ്. ഇതില് ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ട് അത് എടുത്തു പറയണം. എല്ലാ ഫാക്കൽറ്റീസും നല്ല സപ്പോർട്ടാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ഫാക്കൽറ്റീസും നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പ്രിൻസിപ്പൽ അടക്കം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വളരെ സപ്പോർട്ടീവാണ്. വളരെ സപ്പോർട്ടീവാണ്. ഇത് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത റോവറാണ്. ആൻഡ് ഇതാണ് ഗ്ലോബൽ 22 കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ട് ഗ്ലോബൽ 22 റാങ്ക് നേടിയിട്ടുണ്ട്. ആൻഡ് ഇത് ഫുള്ളി ഡിസൈൻഡ് ഫ്രം സ്ക്രാച്ച്, ഡിസൈൻഡ് ആൻഡ് മാനുഫാക്ചർഡ് ബൈ സ്റ്റുഡൻസ് ഓൺലി. ഈ 2 ഡ്രോണുകൾ കഴിഞ്ഞ നൈഡാർ കോമ്പറ്റീഷന് വേണ്ടി ലാറ്റൻസി 0 എന്ന നമ്മുടെ കോളേജിലെ ടീം ബിൽഡ് ചെയ്ത 2 ഡ്രോണുകളാണ്. ആൻഡ് ഓൾസോ നൈഡാർ കോമ്പറ്റീഷനിൽ ഡിസൈനിങ്ങിൽ യൂണിക് ഡിസൈനുമായി പോയിട്ട് Air 1 അടിച്ച് ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് ഓവറോൾ 7 ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണ്. എന്തെങ്കിലും ഫ്ലഡോ കാര്യങ്ങളോ ഉണ്ടായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റപ്പെട്ട് പോയാൽ അവിടെ പോയിട്ട് ആളെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് തരിക, അതേപോലെ അവർക്കൊരു പാക്കേജ് ഓട്ടോണോമസ് ആയിട്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഡ്രോണിൻ്റെ പർപ്പസ്. അക്കാഡമിക് മികവിനപ്പുറം 50-ലധികം സജീവ ക്ലബ്ബുകൾ, ശക്തമായ വ്യവസായ സ്ഥാപന സഹകരണങ്ങൾ, സമൃദ്ധമായ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ, ഊർജ്ജസ്വലമായ ക്യാമ്പസ് ജീവിതം എന്നിവ വിദ്യാർത്ഥികൾക്ക് വളരാനും നേതൃത്വം വഹിക്കാനും മികവ് കൈവരിക്കാനും അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുന്നു. ബേസിൽ ഇവിടെ ഈ കോതമംഗലം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു സിറ്റിയാണ്? ഒരു അധികം തിരക്കുമില്ല, അങ്ങനെയൊന്നുമില്ല. ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടൊരു സിറ്റിയാണ്. തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് ആയിട്ട് കുറെ ഉണ്ട്, റിവർ അങ്ങനെ കുറെ ഇതായിട്ടുണ്ട്. അപ്പം ഈ കോതമംഗലം ജംഗ്ഷനിൽ നമുക്ക് ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കോളേജിന്റെ തൊട്ട് താഴെ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ അത് മെയിൻ ബസ് കോതമംഗലം ബസ് റൂട്ടാണ്. അപ്പൊ തൊട്ടടുത്ത് തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഫുഡ് സ്പോട്ട് ഇപ്പോൾ വൈകുന്നേരം കഴിക്കാനൊക്കെ പറ്റുന്ന നല്ല നല്ല ഫുഡ് സ്പോട്ട്സ് ഒക്കെ ഏതൊക്കെ ഉണ്ട്? തൊട്ട് താഴെ തന്നെ കുറെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെയല്ല. സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടൊക്കെ എല്ലായിടത്ത് തന്നെ എല്ലാം വരും. ശരി. അപ്പോൾ നമുക്ക് ഒരു ദിവസം നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ പോയി ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്പോട്സ് ഇവിടെ അടുത്തോടുണ്ടോ? ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ഫൂത്താങ്കെട്ട് ഡാം, ഓൾഡ് ഡാം ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ തട്ടേക്കാട്, വടാട്ടുപാറ എല്ലാം ഒരു 20 കിലോമീറ്റർ തന്നെ ഉണ്ട്. ഒരു ഫോറസ്റ്റ് റേഞ്ച്. പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങാറുണ്ടോ? ഇങ്ങോട്ടില്ല, തട്ടേക്കാട് സൈഡിലേക്ക്. ഇങ്ങോട്ട് അധികം ഒന്നുമില്ല. ശരി. അപ്പൊ അവിടെ ഈ നമുക്കിപ്പോ ഈ ഇടുക്കി അല്ല നമ്മുടെ ഈ വാഗമണ്ണും
മൂന്നാറൊക്കെ മൂന്നാർ ഇവിടെ തൊട്ടടുത്ത്, ഇവിടെ നിന്ന് ഒരു 80 കിലോമീറ്റർ 80 കിലോമീറ്റർ മൂന്നാർ 70 കിലോ. അപ്പൊ ഒരു ദിവസം കൊണ്ട് പോയി വരത്തൊക്കെ പോയി രാവിലെ പോയിട്ട് വൈകുന്നേരം രീതിയിൽ വരുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ വാഗമണ്ണും അടുത്താണല്ലേ? അടുത്താണ്. പിന്നെ കോളേജിൽ പൊളിറ്റിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്റ്റീവ് പൊളിറ്റിക്സ് കോളേജിൽ ഇല്ല. എന്നിരുന്നാൽ പോലും കോളേജിന് പുറത്ത് 2 സംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടേതായ സ്ഥാനാർത്ഥികൾ ഇലക്ഷന് നിൽക്കലുണ്ട്. അതല്ലാതെ രണ്ടിലും ഇല്ലാതെ സ്വതന്ത്രമായിട്ടും വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കൂടി എലക്ട് ചെയ്യുന്ന ഒരു യൂണിയൻ കോളേജിൽ ആക്റ്റീവായിട്ടുണ്ട്. കോളേജിന്റെ അകത്ത് കൊടിയോ വേറെ പാർട്ടി പരിപാടിയോ അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് എന്നോ ആ രീതിക്കുള്ള രാഷ്ട്രീയം ഇവിടെ ഇല്ല. എന്നിരുന്നാൽ പോലും എലക്ഷൻ ഇപ്പോൾ ഏത് സംഘടനയാണോ ജയിക്കുന്നത് അതിനുശേഷം കോളേജിന് ഫ്രണ്ടിൽ കൂടെയുള്ള റാലി ബാക്കി പരിപാടികളൊക്കെ ഇവിടെ കാലാകാലങ്ങളായിട്ട് നടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ കോളേജിൽ അസോസിയേഷന്റെ ഭാഗമായിട്ട് കോളേജ് കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും ഇന്റർനാഷണൽ സ്കൂളിനോട് അടുത്തായിട്ട് തന്നെ ഒരു ജിംനേഷ്യവും ഫെസിലിറ്റി ഉണ്ട്. അത് നമുക്ക് മന്ത്ലി മെമ്പർഷിപ്പിലും ഇയർലി പ്ലാൻസിലും അല്ലെങ്കിൽ 6 months 3 months ഒക്കെ പ്ലാൻ ആയിട്ട് അസസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ജിം ഫെസിലിറ്റിയും സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റിയും നമുക്കിവിടെ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ ആർട്സ് നേരെ ഓപ്പോസിറ്റ് ആണ്, ഇന്റർനാഷണൽ സ്കൂൾ നേരെ പുറകിലാണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെയുള്ള ഫാക്കൽറ്റീസിനെ സ്റ്റുഡൻസിനൊക്കെ ഒന്നിച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തേക്കണത്. നമുക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇത് രണ്ടും. വേറെ പുറത്തു നിന്നുള്ള ആൾക്കാരോ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല. സ്റ്റുഡൻസും ഫാക്കൽറ്റീസും ഒക്കെ തന്നെയാണ് ഉണ്ടാവുള്ളൂ. നമ്മുടെ കോളേജിൽ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് അലൂമിനി നെറ്റ്വർക്ക് ഉണ്ട്. 15-ലധികം ഇന്റർനാഷണൽ ചാപ്റ്റേഴ്സും അതിനോടൊപ്പം തന്നെ ഫണ്ടിങ്ങും ഇവിടെ അലൂമിനി നെറ്റ്വർക്കിൽ നിന്ന് നടക്കാറുണ്ട് റെഗുലറായിട്ട്. പ്രൊജക്റ്റ് വൈസ് ആയാലും അവരിപ്പോഴും നമ്മളോടൊരു കോണ്ടാക്ട് എപ്പോഴും വെക്കുന്നത്. ബാക്കി കോളേജിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും മെയ്സിന്റെ അലൂമിനി നെറ്റ്വർക്ക് വളരെയധികം സ്ട്രോങ് ആണ്. വിക്രം സാരാഭായ് സെന്ററിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ മുൻ ഡയറക്ടർ ഡോക്ടർ മിനി ഷാജി തോമസ്, ഇന്റർനാഷണൽ ലെവലിൽ പ്രശസ്തനായ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ശ്രീ മുരളി തുമ്മാരുക്കുടി, IBS സോഫ്റ്റ്വെയറിന്റെ ഫൗണ്ടർ ചെയർമാൻ VK മാത്യൂസ് ഉൾപ്പെടെയുള്ള നിരവധി തൊഴിൽ ദാതാക്കളും ഡോക്ടർ റോയ് പോൾ ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ളവരും ആയ ലോകമെമ്പാടും കിടക്കുന്ന ശക്തമായ പൂർവ്വ വിദ്യാർത്ഥി ശൃംഖലയുടെ പിന്തുണയോടെയും വർഷം തോറും അന്താരാഷ്ട്ര വേദികളിൽ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നേടിയെടുക്കുന്നതിനോടെയും മെയ്സ് ഭാവിയെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിത്ത് പെർമിഷൻ 24 hours ആക്സസ് ഉള്ളൊരു ഉഗ്രൻ ക്യാമ്പസും പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രിൻസിപ്പളും അതാണ് MA കോളേജിനെ മറ്റു കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മറ്റൊരു കോളേജിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.